Good morning, students. In the last class, we have seen the classification or types of ratios. In that, there are three types of ratios. First classification is based on the accounting statement or structural classification. Second one is classification according to the importance. And third classification according to nature and functions. In this class, we will be more discussing about the ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോസ് ഫങ്ഷനെയും നേച്ചറിനെയും ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണ് കൂടുതലും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ റേഷ്യോസ് ബേസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ഫങ്ഷൻസിനെയും നേച്ചറിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റേഷ്യോസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഓക്കെ, അതിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ റേഷ്യോസ് ഡീൽ ചെയ്യും. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ നോക്കാം, ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോസ്, ഓക്കെ, the short-term financial position of a company will be measured by analyzing the liquidity position. ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ നോക്കിയിട്ടാണ് അതിൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം നമുക്കറിയണം. എന്താണ് ലിക്വിഡിറ്റി? Liquidity means it is the ability to produce the cash. ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. A firm is said to be liquid when it is capable of meeting its short term obligation in time. ഇപ്പോൾ ഒരു കമ്പനി ലിക്വിഡ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അതിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ഇൻ ടൈമിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പനി ലിക്വിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലിക്വിഡ് ആവുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ടു കൺവേർട്ട് കറണ്ട് അസറ്റ് ടു ക്യാഷ് ആൻഡ് മെയിൻറ്റെയിനിങ് റെഗുലർ ക്യാഷ് ഫ്ലോസ്. അതായത് നമ്മൾ എപ്പോഴും ലിക്വിഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, റെഗുലർ ക്യാഷ് ഫ്ലോസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡ് എന്ന് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് പോയിന്റ് വൈസ് നോക്കാം. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസ്? ലിക്വിഡിറ്റി റേഷ്യോ മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ വിച്ച് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് ഒബ്ലിഗേഷൻ, അതായത് ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റീനെ മെഷർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന റേഷ്യോയാണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോസ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡെപ്റ്റ്, കമ്പനിയുടെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് പേ ചെയ്യാൻ കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, the firm's ability to pay its current liabilities out of current asset. അപ്പോൾ കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? കറണ്ട് അസറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേ ഓഫ് ചെയ്യുന്നു. ഇറ്റ്സ് ഫേംസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പേ ഓഫ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് കമ്പനിയുടെ എബിലിറ്റി, കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റീനെ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അത് കൺഫ്യൂഷൻ ആവരുത്. എന്താണ്? ദ റേഷ്യോസ് ആർ യൂസ് ടു മെഷേഴ്സ് ഓർ this is the firm's ability to pay its current liabilities out of its current asset. അപ്പോൾ ഇവിടെ റേഷ്യോസ് യൂസ് ടു ഫൈൻഡ് firm's ability to pay its current liabilities out of current asset. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഫേമിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് പേ ചെയ്യാനുള്ള എബിലിറ്റി മെഷർ ചെയ്യാനുള്ള റേഷ്യോയാണ്. ഓക്കെ,
ദെൻ ഈ റേഷ്യോസ് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്? നമ്മൾ ജസ്റ്റ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പക്ഷേ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അത് ആർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ? ഈ റേഷ്യോ മെയിനായിട്ട് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ക്രെഡിറ്റേഴ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദാറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഷോർട്ട് ടേം ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുമാണ് ഈ റേഷ്യോസ് യൂസ്ഫുൾ ആവുന്നത്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ബാങ്കും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ലോൺസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അവർ ഈ ലിക്വിഡിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? കമ്പനിക്ക് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് സൂപ്പർ ക്വിക്ക് റേഷ്യോസ് ആണ്. ഇത്രയാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡ് ഈസ് കറണ്ട് റേഷ്യോ. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫേംസ് എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്. അതായത് കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് പേ ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫിനാൻഷ്യൽ റേഷ്യോ. നമ്മൾ ഈ റേഷ്യോസ് വെച്ച് നോക്കുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റേഷ്യോ ആണ് ഇത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ ഫസ്റ്റ് യൂസ് ചെയ്തത് 1891 Now commonly used to analyzing liquidity or short term financial position. ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ലിക്വിഡിറ്റി എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കറണ്ട് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. കറണ്ട് റേഷ്യോ ഡിഫൈൻഡ് ആസ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യാൻ എത്ര കറണ്ട് അസറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് നമ്മൾ കറണ്ട് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. It is also called working capital ratios or bankers ratio. ഇതിന് രണ്ട് പേരും കൂടി ഉണ്ട്. എന്താണ്? ഒന്നെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും ഒന്ന് ബാങ്കേഴ്സ് റേഷ്യോ എന്നും ഉണ്ട്. ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് വരാനുള്ള നെയിം എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ മെഷർ ചെയ്യും. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആഡ്ക്കേറ്റ് ആണോ അല്ലയോ എന്ന് മെഷർ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റേഷ്യോസ് ബാങ്കേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ബാങ്കേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് പേ ചെയ്യാനുള്ള ഫേംസിൻ്റെ എബിലിറ്റി മെഷർ ചെയ്യുന്നത് കറണ്ട് റേഷ്യോ യൂസ് ചെയ്തിട്ടാണ്. ഇനി കറണ്ട് റേഷ്യോ മെഷർ ചെയ്യാനുള്ള റേഷ്യോയുടെ ഫോർമുല നോക്കാം. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറേ നേരമായി കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിന്ന് തന്നെ പറഞ്ഞു പോകുന്നു. നിങ്ങളിത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചതായതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം കമ്പോണൻസ് ഓഫ് കറണ്ട് റേഷ്യോ. അപ്പോൾ നമ്മൾ റേഷ്യോയിൽ നോക്കി എന്താണ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എന്ത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്, എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് നോക്കാം. കറണ്ട് അസറ്റ് മീൻസ് ക്യാഷ് ഓർ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ ആൻ ഇയർ. ഒരു ഇയറിലേക്ക് നമ്മൾക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതേസമയം കറണ്ട് ലയബിലിറ്റീസ് വിച്ച് ആർ റീപെയ്ഡ് വിത്തിൻ ആൻ ഇയർ. ഒരു ലയബിലിറ്റീസ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് റീപേ ചെയ്യേണ്ടി വരുന്ന ബാധ്യതകൾ, അതിനെയാണ് നമ്മൾ കറണ്ട്. Okay, components are current assets. As we already said, current assets are those assets which can be converted into cash within an year. Current asset വരുന്ന assets ഏതൊക്കെയാണെന്ന് നോക്കാം. Cash in hand, cash at bank, marketable securities, stock or inventories, prepaid expense,
sundry debtors, short-term investment, bills receivable, work in progress. പിന്നെ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോയിൽ വരുന്ന അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ആസ് വി ഓൾ നോ ദാറ്റ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ദ ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റിപ്പേഡ് വിത്തിൻ ആൻ ഇയർ, അല്ലേ? ഒരു ഇയറിൻ്റെ ഉള്ളിൽ തന്നെ അടച്ച് തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് ആണ് ബിൽസ് പേയബിൾ, ഡിവിഡൻറ്റ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ മനസ്സിൽ വിചാരിക്കുക. കറണ്ട് അസറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്, കറണ്ട് ലയബിലിറ്റീസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് ലയബിലിറ്റീൻ്റെ ഡബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്തിട്ട് കമ്പനിക്ക് ആഡ്ക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കണം. അതായത് ഇതെന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആയിരിക്കും, ഇത് കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. അതായത് കറണ്ട് ലയബിലിറ്റിനേക്കാളും ഡബിൾ ആയിരിക്കണം എന്ത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ മാത്രമേ ഓർഗനൈസേഷനിൽ കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. എന്നാൽ മാത്രമേ കമ്പനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പോൾ here the ideal or standard current ratio is 2:1. This means that current assets shall be at least twice the current liability. This further means that after paying off the current liabilities, there should be adequate working capital. Okay, നമുക്കറിയാം എന്താണ് കറണ്ട് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി, അല്ലേ? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി പേ ചെയ്തിട്ട് ബാക്കി പോർഷൻ ഓർഗനൈസേഷൻ എന്തായിട്ട് വേണം, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണം. സോ നമ്മൾ ഇവിടെ ഹിയർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് കറണ്ട് റേഷ്യോ പറഞ്ഞു പോകുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് കറണ്ട് റേഷ്യോ നമ്മൾ കറണ്ട് റേഷ്യോ തന്നെയാണ്. എന്താണ് the objective of current ratio is to measures the firm's ability to pay off its short term obligation in time. ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ഓൺ ടൈം പേ ചെയ്യാനുള്ള ഓർഗനൈസേഷൻ്റെ എബിലിറ്റീനെ കമ്പ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോയുടെ ഒബ്ജക്റ്റീവും അത് തന്നെയാണ്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഫേംസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഓൺ ടൈം, അല്ലേ? അതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കറണ്ട് റേഷ്യോ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് റേഷ്യോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ഫോർ അനലൈസിങ് ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനും എക്സ്പ്ലെയിൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് കറണ്ട് റേഷ്യോ യൂസ് ചെയ്യാം. ഈ രണ്ട് ടേംസും കൂടി ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഐഡിയൽ ഫോർ ദ കമ്പനി. ദിസ് മീൻസ് ദാറ്റ് കറണ്ട് അസറ്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓഫ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിൻ്റെ ഡബിൾ ആയിരിക്കണം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് സ്ട്രെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് സ്ട്രെങ്ത് കാണിക്കാനാണ് നമ്മൾ കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ഫോർ അനലൈസിങ് ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനും എന്താണെന്ന് കാണിക്കാനാണ് നമ്മൾ കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്ക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും.
ഓക്കെ, എ ഹൈ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫേം ഈസ് ലിക്വിഡ് ആൻഡ് ഹാസ് ദ എബിലിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ഒബ്ലിഗേഷൻ. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇതാണ്, കമ്പനിക്ക് എന്താണ് കറണ്ട് ഒബ്ലിഗേഷൻസ് ഒക്കെ പേ ചെയ്യാനുള്ള ലിക്വിഡ് അസറ്റുകൾ ഉണ്ട് എന്നാണ് ഹൈ കറണ്ട് റേഷ്യോ സൂചിപ്പിക്കുന്നത്. ഹൈ കറണ്ട് റേഷ്യോ വരുന്ന സമയത്ത് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൈ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടു മച്ച് മണി ഈസ് ബ്ലോക്ക്ഡ് ഓൺ കറണ്ട് അസറ്റ്. അതായത് കുറേ ക്യാഷ് നമ്മൾ ഐഡിയലായിട്ട് യൂസ് ചെയ്യാണ്, നമ്മുടെ ക്യാഷൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റോക്കിൽ ബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഹൈ കറണ്ട് റേഷ്യോ മീൻസ് ദ ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ഫണ്ട്സ് ഒന്നും നമ്മൾ ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. Very high current ratio indicates the funds are not properly used in the business. A very low current ratio indicates liquidity position of the firm is not good. നമ്മൾ ലോ ആയിട്ടാണ് നമ്മുടെ കറണ്ട് റേഷ്യോ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഫണ്ട്സ് ഒന്നും ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പം എന്താണ് ലോ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫേം വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. അപ്പോൾ ലോ കറണ്ട് റേഷ്യോ വരുമ്പോൾ എന്താണ് അത് മീൻ ചെയ്യുന്നത്, നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യാൻ മാത്രമുള്ള കറണ്ട് അസറ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ അതിൻ്റെ ഡെപ്റ്റ് പേ ചെയ്യാനുള്ള സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് the ratio can be easily manipulated by overvaluing the current asset or excluding certain current liabilities. അതായത് കമ്പനിയുടെ കറണ്ട് അസറ്റ് ഓവർ വാല്യൂ ചെയ്ത് കൂട്ടിക്കാണിച്ചും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറണ്ട് റേഷ്യോ കാണിക്കാം, കൂടുതലാണെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ കറണ്ട് റേഷ്യോയുടെ ഒരു മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ വിൻഡോ ഡ്രസ്സിങ് അല്ലെങ്കിൽ മാനിപ്പുലേഷനാണ്. അതായത് കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും മാനിപ്പുലേഷൻ കാണിച്ചിട്ട് നമ്മുടെ കറണ്ട് റേഷ്യോ നല്ലതാണ് കാണിക്കും. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി ശരിക്കുമുള്ള ലിക്വിഡിറ്റി ആയിരിക്കില്ല അപ്പോൾ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് കറണ്ട് റേഷ്യോയ്ക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലോസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻ കമ്പനീസ് വെർ സെയിൽസ് ആർ സീസണൽ യു മേ സീ എ റെഡ്യൂസ്ഡ് കറണ്ട് റേഷ്യോ ഇൻ സം മന്ത് ആൻഡ് ഇൻക്രീസ്ഡ് റേഷ്യോ ഇൻ ദ അതർ. ചില കമ്പനിയുടെ കേസസിൽ ചില കമ്പനിക്ക് സീസണൽ ആയിരിക്കും അവരുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സീസൺ വരുന്ന സമയത്ത് അവരുടെ കറണ്ട് റേഷ്യോ കൂടുതലും ചില മന്തിൽ അവരുടെ കറണ്ട് റേഷ്യോ കുറവുമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് യൂസിങ് ദിസ് റേഷ്യോ on a standalone basis may not be sufficient to analyze liquidity position of company as it relies on the amount of current asset instead of quality of the asset. Organization quality of the asset കൺസിഡർ ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അസറ്റിനാണ് കൂടുതൽ കൺസിഡറേഷൻ പേ ചെയ്യുന്നത്. ഇത്ര മീൻ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ലിക്വിഡിറ്റി ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്. ഓക്കെ, ഈവൻ ദോ നമ്മുടെ കറണ്ട് റേഷ്യോ ഫേവറബിൾ ആണെങ്കിലും ഫേമിൻ്റെ ഫിനാൻഷ്യലി അത് വീക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സും നമുക്ക് ക്യാഷിലേക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലായിരിക്കണം എന്നില്ല. ഈ 3 പോയിൻറ്റ്സ് കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പോയിൻ്റ് കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓൾ കറണ്ട് അസറ്റ് ആർ ട്രീറ്റഡ് അലൈക്ക്. നമ്മൾ കറണ്ട് റേഷ്യോയിൽ എല്ലാ കറണ്ട് അസറ്റിനെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് എല്ലാ കറണ്ട് അസറ്റും ഒരുപോലെ നമുക്ക് ക്യാഷിലേക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, ഓൾ ദ കറണ്ട് അസറ്റ് ആർ നോട്ട് ഈക്വലി ഓർ റെഡിലബിളി റിയലൈസബിൾ ഇൻ ടു ക്യാഷ് ടു മീറ്റ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. നമുക്ക് കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കറണ്ട് അസറ്റിനെയും ഒരേപോലെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാഷും ബിൽസ് റിസീവബിൾ എന്നൊക്കെ പറയുന്നത് കൂടുതൽ ലിക്വിഡാണ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. വേറാസ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ഈസ് നോട്ട് ഹൈലി ലിക്വിഡ് അല്ലേ. സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ഒക്കെ ലിക്വിഡ് അല്ല. എന്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാഷും ബിൽസ് റിസീവബിളും ആയിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിൻഡോ ഡ്രസ്സിംഗ് ആണ്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ കറണ്ട് റേഷ്യോ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വഴി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്.
It is the artificial improvement of current ratio in order to show better picture of financial position of the firm. അല്ലേ, ഓർഗനൈസേഷൻ്റെ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയിലും ഒക്കെ തിരിമറികളൊക്കെ നടത്തിയിട്ട് നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കറണ്ട് റേഷ്യോയെ നല്ലതുപോലെ കാണിക്കുന്നു. It is a technique by the company and financial managers to manipulate financial statement and reports to show more favorable result for the period. അതായത് നമ്മുടെ മാനേജേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് കൂടുതൽ നല്ലതാക്കി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വിൻഡോ ഡ്രസ്സിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ക്രെഡിറ്റേഴ്സിൽ നിന്നൊക്കെ എമൗണ്ട് ബോറോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിൻഡോ ഡ്രസ്സിങ് നടത്തുന്നത്? ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് വിൻഡോ ഡ്രസ്സിങ് നടത്തുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, പുതിയ ഷെയർസോ പുതിയ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനിലേക്ക് കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും. അപ്പം കറണ്ട് അസറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സെല്ലിങ് എ ഫിക്സ്ഡ് അസറ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് ക്യാഷ് എന്ത് ചെയ്യും, ഓർഗനൈസേഷനിലേക്ക് വരും. ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസിങ് ഇൻവെൻട്രി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് അസറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഫോർ ക്യാഷ്, നമ്മളൊരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ബൈ ചെയ്താൽ നമ്മുടെ ക്യാഷ് പോകും, അതുകൊണ്ട് അതെന്ത് ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. പേയിങ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നത് വഴി. അപ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴിയും കറണ്ട് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറണ്ട് റേഷ്യോസ് ഇംപ്രൂവ് ചെയ്തതായിട്ട് കാണിക്കാം. അതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഓർഗനൈസേഷൻ്റെ കറണ്ട് സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന സെക്കൻഡ് സബ് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ ഓർ അസറ്റ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, ദറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റും ടു കറണ്ട് ലയബിലിറ്റി ആണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വിക്ക് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫോർമുല എന്തായിരിക്കും, ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ഇറ്റ് മെഷേഴ്സ് ഇൻസ്റ്റൻറ്റ് ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, പെട്ടെന്ന് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നിയർ മണി റേഷ്യോ. ഇത് എന്താണ് നിയർ മണി റേഷ്യോ എന്നും ഈ റേഷ്യോയ്ക്ക് പേരുണ്ട്. അപ്പോൾ 2-3 പേരുകളുണ്ട്. ലിക്വിഡ് റേഷ്യോ എന്നുണ്ട്, ക്വിക്ക് റേഷ്യോ എന്നുണ്ട്, അസറ്റ് ടെസ്റ്റ് റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ നിയർ മണി റേഷ്യോ എന്നുണ്ട്. അതായത് പെട്ടെന്ന് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇതിൻ്റെ ഉള്ളിലെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല നോക്കാം. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, ഇറ്റ് ഈസ് ദ ലയബിലിറ്റി വിച്ച് ഈസ് റീപെയ്ഡ് വിത്തിൻ ആൻ ഇയർ. അതാണ് കറണ്ട് ലയബിലിറ്റീസ്. ഇനി ലിക്വിഡ് അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതായത് കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് പോയിൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ലിക്വിഡ് റേഷ്യോ എപ്പോഴും ലിക്വിഡിറ്റിയുടെ ഒരു സ്ട്രിക്റ്റ് മെഷറാണ്. അപ്പോൾ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പം
കറണ്ട് അസറ്റിലെ എല്ലാ ഐറ്റംസും നമുക്ക് ലിക്വിഡ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അതിൽ നമ്മുടെ ഇൻവെൻട്രീസും പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ലിക്വിഡാണ്. അതുകൊണ്ടാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്, ഫോർമുലയിൽ കറണ്ട് അസറ്റിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ബാക്കിയുള്ള കറണ്ട് അസറ്റിൽ നിന്നും ഈ രണ്ട് ഐറ്റംസും ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിഗേഴ്സ് എല്ലാം തന്നെ എന്താണ്, ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫോർമുല, ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് നോക്കാം. ലിക്വിഡ് ഓർ ക്വിക്ക് റേഷ്യോ ഈസ് മെഷർമെൻറ്റ് ഓഫ് ഫേംസ് എബിലിറ്റി ടു കൺവേർട്ട് ഈസ് കറണ്ട് അസറ്റ് ക്വിക്ക്ലി ഇൻ ടു ക്യാഷ് ഇൻ ഓർഡർ ടു മീറ്റ് ഈസ് കറണ്ട് ലയബിലിറ്റി. പെട്ടെന്ന് ഒരു കറണ്ട് ലയബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ ഇതിൻ്റെ കറണ്ട് അസറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതാണ് നമ്മൾ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോയിൽ ഫൈൻഡ് ചെയ്യുന്നത്. ഫോർമുല നമുക്കറിയാം എന്താണ്, ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യും, കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻട്രിയും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ചെയ്യും. കമ്പോണൻസ് ഓഫ് ക്വിക്ക് റേഷ്യോ, അതിൽ ക്വിക്ക് അസറ്റും ഉണ്ട് കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ക്വിക്ക് അസറ്റ് ആർ ദ അസറ്റ് those assets which can be quickly converted into cash without loss of value. നമുക്ക് വാല്യൂ ലോസ് ആവാതെ നമുക്ക് ക്യാഷിലേക്ക് എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. എല്ലാ കറണ്ട് അസറ്റും സ്റ്റോക്കും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഇൻക്ലൂഡ് ചെയ്യാത്ത അസറ്റിനെയാണ് നമ്മൾ ക്വിക്ക് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് വിത്തിൻ ആൻ ഇയർ. ഒരു ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റീപേ ചെയ്യേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് ബിൽസ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം അഡ്വാൻസസ് ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ്. ക്വിക്ക് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് ഓർ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ലിക്വിഡ് അസറ്റ് ആർ ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യാനുള്ള ലിക്വിഡ് അസറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് കിട്ടിയിരുന്ന ആ ആൻസറിനെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? ഓക്കെ, ക്വിക്ക് റേഷ്യോസ് ആർ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് കറണ്ട് റേഷ്യോ ക്യാൻ ബി വെരി ഗുഡ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് പറയുക. ഇഫ് കറണ്ട് റേഷ്യോ ഈസ് 2:1 ആൻഡ് ക്വിക്ക് റേഷ്യോ ഈസ് 1:1, ദ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി. കറണ്ട് റേഷ്യോ 2:1, അതായത് എന്താണ്, കറണ്ട് ലയബിലിറ്റിയുടെ ഡബിളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്വിക്ക് റേഷ്യോയിൽ കറണ്ട് ലയബിലിറ്റിക്ക് ഈക്വലാണ് ക്വിക്ക് അസറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ്. ഇഫ് ദ കറണ്ട് റേഷ്യോ ഈസ് ഹയർ ദാൻ 2:1 ബട്ട് ക്വിക്ക് റേഷ്യോ ഈസ് ലെസ് ദാൻ 1:1, ദിസ് ഇൻഡിക്കേറ്റ് എക്സസീവ് ഇൻവെൻട്രി. അപ്പോൾ ക്വിക്ക് റേഷ്യോയിൽ കറണ്ട് റേഷ്യോ 2:1 കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ 1:1 കുറവാണെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത്, എക്സസീവ് ഇൻവെൻട്രി ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ്. ക്വിക്ക് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, it is considered to be superior to current ratio in testing liquidity position of the company. ഓർഗനൈസേഷൻ്റെ കറണ്ട് റേഷ്യോയിനേക്കാളും കൂടുതൽ സുപ്പീരിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻവെൻട്രീസ് മൈനസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷിലേക്ക് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ക്വിക്ക് റേഷ്യോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അസറ്റ് ലെസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് റേഷ്യോസ് ആൻഡ് ക്വിക്ക് റേഷ്യോ ഈസ്
The current ratio indicates whether the firm is able to pay its current liabilities within an year. അതായത് ഓർഗനൈസേഷൻ അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് ഒരു ഇയറിൻ്റെ ഉള്ളിൽ പേ ചെയ്ത് തീർക്കുമോ എന്ന് കാണിക്കുന്ന റേഷ്യോ ആണ് ഇത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതേസമയം ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫേം അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് എത്രയും പെട്ടെന്ന് പേ ചെയ്ത് തീർക്കുമോ എന്ന് കാണിക്കുന്നതാണ് ക്വിക്ക് റേഷ്യോ. അത് വിത്തിൻ എ മന്ത് വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദ കറണ്ട് റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോയിൽ എന്താണ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ഫോർമുല തന്നെ എന്താണ് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. പക്ഷേ ക്വിക്ക് റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വിക്ക് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ക്വിക്ക് അസറ്റും ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ക്വിക്ക് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്വിക്ക് റേഷ്യോയുടെ ഫോർമുല എന്താണ് ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇത് മാത്രമല്ല ഡിഫറൻസ്, ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഡിഫറൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് കറണ്ട് റേഷ്യോ ദ ഐഡിയൽ സ്റ്റാൻഡേർഡ് ഈസ് 2:1. ഓക്കെ, കറണ്ട് റേഷ്യോയുടെ കേസിൽ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. വേറെ ഇൻ കേസ് ഓഫ് ക്വിക്ക് റേഷ്യോ ഇറ്റ് ഈസ് 1:1. 1:1 ആണ് ക്വിക്ക് റേഷ്യോയുടെ ഐഡിയൽ എന്ന് പറയുന്നത്. വെറാസ് കറണ്ട് റേഷ്യോയുടെ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ ഡബിൾ ആയിരിക്കണം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്വിക്ക് റേഷ്യോയുടെ പറയുന്നത് കറണ്ട് ലയബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഡസ് നോട്ട് ഡിസ്ക്ലോസ് ട്രൂ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ because it includes large amount of stock, whereas quick ratio removes this shortcoming of current ratio by excluding the amount of stock. അതായത് കറണ്ട് റേഷ്യോയിൽ നമ്മൾ സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റോക്കുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കുകളുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം ക്വിക്ക് റേഷ്യോയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ഈ ലിമിറ്റേഷനെ ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റുകൾ കൂടി ഈ ഡിഫറൻസിലേക്ക് ആഡ് ഓൺ ചെയ്ത് എഴുതുക കേട്ടോ. ലിക്വിഡിറ്റി റേഷ്യോയിലെ 3rd ഐറ്റമാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് ഫർദർ റിഗ്രസ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഫർദർ റിഗ്രസ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിഗ്രസ് എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടില്ലാത്ത വേർഡ്. റിഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രിക്റ്റ് ടെക്സ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. സ്ട്രിക്റ്റ് കർശനമായിട്ടുള്ള നമ്മൾ ലിക്വിഡിറ്റി ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. Here, the debtors and bills receivable excluded from current asset in the numerator. Numerator ആയിട്ടുള്ള കറണ്ട് അസറ്റിൽ നിന്നും ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് ഡിനോമിനേറ്റർ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓൾസോ വിൽ ബി എക്സ്ക്ലൂഡഡ്. അപ്പം കറണ്ട് അസറ്റിൽ നിന്നും എന്ത് ചെയ്യും, ബിൽസ് റിസീവബിളും ഡെപ്റ്റേഴ്സും ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ഡിനോമിനേറ്റർ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ഡിഡക്റ്റ് ചെയ്യും. ഇനി ഫോർമുല നോക്കാം. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് മൈനസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ നേരത്തെ ഫോർമുല എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് നമുക്കറിയാം. ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്യുന്നതാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും മൈനസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫോർമുലയും കൂടി നമുക്കുണ്ട്. അതെന്ന് പറയുന്നത് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി ആണ്. ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം. ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് അറ്റ് ബാങ്കും അതുപോലെ തന്നെ വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ഗവൺമെൻറ് ട്രഷറി ബിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വേറൊരു ഫോർമുലയിൽ ഉള്ള വേറൊരു ഐറ്റമാണ് ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്
ലിക്വിഡ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ എന്ത് പറയാം, ലിക്വിഡ് ആസെറ്റ് മൈനസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് നോം ആണ്. സ്റ്റാൻഡേർഡ് നോം എന്ന് പറയുന്നത് 0.5:1 ആണ്. 0.5:1 എന്ന് പറയുന്നത് അതായത് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ് ആർ 50% ഓഫ് ലിക്വിഡ് ലയബിലിറ്റി. ലിക്വിഡ് ലയബിലിറ്റി ഇപ്പം 100% ആണെങ്കിൽ അതിൻ്റെ 50% തന്നെ എന്തായിരിക്കണം ക്യാഷ് ഈക്വലൻസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ലിക്വിഡ് പൊസിഷൻ നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് 50%. ഇപ്പോൾ നമ്മുടെ ലയബിലിറ്റി ലിക്വിഡ് ലയബിലിറ്റി യുടെ 50% എങ്കിലും നമുക്ക് ലിക്വിഡ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു ഓർഗനൈസേഷനിൽ ഹൈ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണ് ഉണ്ടെങ്കിൽ അവിടെ എക്സസീവ് ഹോൾഡിംഗ് ഓഫ് ക്യാഷ് ആയിരിക്കും അല്ലേ. നമ്മൾ കൂടുതൽ എമൗണ്ട് ഇപ്പോൾ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫുള്ള് ക്യാഷ്, ഈ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും അതുപോലെ തന്നെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്, ക്യാഷും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ആണുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യും. അത്രയാണ് മെയിനായിട്ട് ഈ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ പറയാനുള്ളത്.